അപ്പോൾ ഇന്നൊരു കുട്ടി സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മുറം പച്ചക്കറി കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ. സാമ്പാർ കഷ്ണം വാങ്ങാൻ പറഞ്ഞതാണ്. അപ്പോൾ 100 രൂപയുടെ സാമ്പാർ കഷ്ണമാണ്. അപ്പോൾ ഇന്നത് കണ്ടപ്പോൾ എനിക്ക് വിചാരിച്ചു ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കിയാലോ, സാമ്പാർ, ഒരു ഉപ്പേരി, അവിയൽ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് ഞാൻ. അപ്പോൾ ഇന്നൊരു അവിയൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ നോക്കിയപ്പോൾ ഇതിൽ ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചേന നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ബീൻസ്, കായ, അതേപോലെ ക്യാരറ്റ്, ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിലേക്ക് നമ്മൾ നാളികേരം, പച്ചമുളക്, ഇത്തിരി ജീരകം ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ജാറിൽ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സി ജാറിലേക്ക് നാളികേരവും പച്ചമുളകും പിന്നെ ജീരകവും ചുവന്നുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അടിക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഒതുക്കിയാൽ മതി, ചമ്മന്തി പരുവം പോലെ, അല്ലാണ്ട് അരക്കണ്ട. ഒന്ന് ഒതുക്കിയെടുത്താൽ മതി എല്ലാം കൂടിയിട്ട്. വേപ്പിൻ്റെയും കൂടി ഇടാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പം നമ്മൾ ഈ കൂട്ടിലേക്ക് മഞ്ഞൾപ്പൊടി, അതേപോലെ ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കാം. ഉപ്പും ഇത്തിരിയും കൂടി ഉപ്പിടാം. അത് കഴിഞ്ഞ് ഇത്തിരി പച്ച വെളിച്ചെണ്ണയൊക്കെ കൂടിയിട്ട് നന്നായി അങ്ങോട്ട് ഞെരടാം. ഇതിപ്പോൾ ഇടാം. വെളിച്ചെണ്ണ കുറച്ചൊഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിലേക്ക് ഇത്തിരി 2-3 പച്ചമുളക് ഒന്ന് കീറിടാം. എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇത് നമുക്കിപ്പോൾ സാമ്പാർ കഷ്ണം വാങ്ങിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. സാമ്പാർ കഷ്ണം ഇപ്പോൾ സത്യത്തിൽ പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണ്. മാങ്ങ അടുത്തുകൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ചേട്ടൻ വാങ്ങി വന്നപ്പോൾ നമുക്ക് ഇതിനോട് എന്തൊക്കെ കറികൾ വെക്കാന്ന് നോക്കി. അപ്പോൾ സാമ്പാർ വെച്ചു, എന്നാൽ പിന്നെ ഒരു ഉപ്പേരി കൂടി വെക്കുക. പിന്നെ അതിൻ്റെ കൂടെ ആ കഷ്ണം കൊണ്ട് കുറച്ച് അവിയലും വെക്കാന്ന് വെച്ചു. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ഇത് കുറച്ച് നാൾ മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാനപ്പോൾ അത് ഫോണിലൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കിപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഞാൻ നേരത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചെറുതായിട്ട് കാലുവേനയും വയ്യായികയും ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോണിലുള്ള വീഡിയോസ് ഞാൻ നോക്കിയിട്ട് അതിനെ ഞാൻ എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ കുഞ്ഞൊരു പച്ചക്കറി സദ്യ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ച് ഇരുന്നപ്പോഴാണ് ചേട്ടൻ ഒരു സാമ്പാർ കഷ്ണം വാങ്ങി കൊണ്ടുവന്നത് 100 രൂപയുടെ. എന്നാൽ പിന്നെ ഇത് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതേ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളകൊക്കെ ഇട്ട് നന്നായി വേവിക്കാൻ വെച്ചതാണ്. അപ്പോൾ അതിൽ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. കഷ്ണങ്ങളൊക്കെ ഒരു 3/4 വേവായപ്പോഴാണ് ഞാൻ മുരിങ്ങക്കായ ഒന്ന് വേവിക്കാൻ വീണ്ടും അതിലിട്ടതാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ മുരിങ്ങക്കായ വെന്തുടഞ്ഞ് പോകുമല്ലോ. അപ്പോൾ അതും ഒന്ന് സെറ്റായിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടുണ്ടല്ലോ, നാളികേരവും അരച്ചതൊക്കെ ഒന്ന് ചതച്ച പോലെ അരച്ചതില്ലേ, പച്ചമുളകും ജീരകമൊക്കെ ഇട്ടിട്ടുള്ളത്, അതിൻ്റെ കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ മുരിങ്ങക്കായും എല്ലാ കഷ്ണങ്ങളും ഒരേപോലെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു തൊട്ട് നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ തൊട്ട് കൊടുത്തു. ഇനി എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ലാസ്റ്റിലേക്ക് ഇത്തിരി തൈര്, ഞാൻ 2 സ്പൂൺ തൈരാണ് ചേർക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ആകെ ഇളക്കി ഗ്യാസ് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഈ സമയത്ത്. അതിൻ്റെ നല്ല നമ്മുടെ ഫ്രഷ് കറിവേപ്പിൻ്റെ ഇലയും കൂടി മേലെ അങ്ങനെ ഇട്ട് നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് മീതെ ഇട്ട് അടച്ച് വെച്ചു കേട്ടോ. പപ്പടവും വറുത്തിട്ടുണ്ട്. ഈ 100 രൂപയുടെ പച്ചക്കറി വാങ്ങുമ്പോൾ പകുതി ഞാൻ എടുത്ത് വയ്ക്കുക ചെയ്യാറുണ്ടാ. വേറെ ദിവസത്തേക്ക് കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കാൻ ചെയ്യുക. പക്ഷേ ഇപ്രാവശ്യം എനിക്കിങ്ങനെ ചെയ്യണമെന്ന് തോന്നി, വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട്. അപ്പം എന്നാൽ ഇലയിട്ട് ഭക്ഷണം കഴിച്ചാലോ എന്ന് തോന്നി. അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്യാനുണ്ടൊരാഗ്രഹം. അപ്പോൾ പിന്നെ സാമ്പാറും അവിയലും ഉപ്പേരിയൊക്കെ ഇട്ട് കഴിക്കണം. അപ്പോൾ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ കസിൻ്റെ കല്യാണത്തിൻ്റെ ഇഞ്ചാമ്പുളി അച്ചാറൊക്കെയാണ് കേട്ടത് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നല്ലൊരു സദ്യ പോലെയായി. പായസത്തിൽ തന്നെ ഉള്ളൂ, പപ്പടവും എല്ലാം എല്ലാം കൂടിയിട്ടൊരു കുഞ്ഞൊരു സദ്യ. സൂപ്പറായിരുന്നു. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ഇലക്കിട്ട് കഴിക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ കറികളൊക്കെ ആയപ്പോൾ കുട്ടികൾക്ക് വേറെ ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇലക്കിട്ടിട്ട് ഒന്ന് ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടിരുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.